ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു കലണ്ടർ പ്രോബ്ലമാണ്. കലണ്ടർ പ്രോബ്ലത്തിൽ കുറച്ച് ബേസിക് കൺസെപ്റ്റുകൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അത് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓഡ് ഡേ ഐഡൻറ്റിഫൈ ചെയ്യലാണ്. ഓഡ് ഡേ എന്ന് പറഞ്ഞാൽ ഓഡ് ഡേ മീൻസ് നമ്മളിപ്പോൾ ഏതൊരു ഡേ കാൽക്കുലേറ്റ് ചെയ്താലും ബാലൻസ് വരുന്ന 7 ഒരു വീക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ദിവസങ്ങളെയാണ് ഓഡ് ഡേ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ആൻസർ ആയിട്ട് ഇടുന്ന 8 ഡേയ്സ് ആണെങ്കിൽ ആ 8 ഡേയ്സിൽ 7 ഡേ ഒരു 7 മൾട്ടിപ്പിൾ ആണ്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാലൻസ് 1 ഉണ്ട്. ആ 1 ആണ് ഓഡ് ഡേ. അല്ലെങ്കിൽ ഒരു വർഷം പൂർണ്ണമായിട്ട് എടുക്കുകയാണെങ്കിൽ 365 ദിവസങ്ങളാണുള്ളത്. ഈ 365 ദിവസങ്ങളിൽ 364 എന്ന് പറയുന്ന 7 മൾട്ടിപ്പിൾ ആണ്. സോ ഒരു വർഷം എടുക്കുമ്പോൾ അവിടെ 1 ഓഡ് ഡേ ഉണ്ടാകും. ഓക്കെ, അതേപോലെ ലീപ്പ് ഇയർ ആണെങ്കിലോ, ലീപ്പ് ഇയർ ആണെങ്കിൽ 2 ദിവസം അഡീഷണലും ഉണ്ട്. അതായത് ലീപ്പ് ഇയർ ആണെങ്കിൽ 366 ദിവസങ്ങളുണ്ട്. അതായത് അതിൽ 364 7 മൾട്ടിപ്പിൾ. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ 2 ഓഡ് ഡേയ്സ് എന്ന് കിട്ടും. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന അഡീഷണൽ ഡേയ്സ് ആണ് ഓഡ് ഡേയ്സ്. 7 മൾട്ടിപ്പിൾ ഒഴിവാക്കി ബാലൻസ് വരുന്ന ദിവസങ്ങളെയാണ് ഓഡ് ഡേ എന്ന് പറയുന്നത്. അത് വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം പറയുന്നത് ഇഫ് ഇറ്റ് വാസ് സൺഡേ ഓൺ January 1, 2006 ദെൻ വാട്ട് വാസ് ദി ഡേ ഓഫ് ദി വീക്ക് ഓൺ January 1, 2010. January 1 തന്നെയാണ് 2 സിറ്റുവേഷനിലും. അപ്പോൾ അതിനിടയിൽ ഏതൊക്കെ വർഷങ്ങളുണ്ടെന്ന് നോക്കുക. ആദ്യം January 1, 2006 ആണ്. January 1 ആയതുകൊണ്ട് 2006 എന്ന് പറയുന്ന എൻറ്റയർ ഇയർ ഉണ്ട്. 2006 പൂർണ്ണമായിട്ടുമുണ്ട്. 2007, 2008, 2009. 2009 കഴിഞ്ഞ് കഴിഞ്ഞാൽ 2010 January 1 ആവുന്നത്. സോ ഈ ഓരോ വർഷത്തിലും എത്ര ഓഡ് ഡേ ഉണ്ട് നോക്കുക. 2006 നോർമൽ ഇയർ ആണ്, ഓർഡിനറി ഇയർ ആണ്, 365 ദിവസങ്ങളാണ് ഉള്ളതെങ്കിൽ ഒരു ഓഡ് ഡേ. 2007 ഓർഡിനറി ഇയർ ആണ്, 1 ഓഡ് ഡേ. 2008 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ലീപ്പ് ഇയർ ആയതുകൊണ്ട് 2 ഓഡ് ഡേയ്സ്. ദെൻ 2009 എന്ന് പറയുന്നത് ഓർഡിനറി ഇയർ ആണ്, 1 ഓഡ് ഡേ. ടോട്ടൽ 1, 2, 3, 4, 5 ഓഡ് ഡേയ്സ് എന്ന് കിട്ടും. 5 ഓഡ് ഡേയ്സ് കിട്ടിയാൽ നമുക്ക് ഇവിടെ ബേസ് തന്നിട്ടുണ്ട്. സൺഡേ ആയിരുന്നു January 1, 2006 എങ്കിൽ 5 കൂടെ ആഡ് ചെയ്യാം. Monday, Tuesday, Wednesday, Thursday, Friday. So right answer is option C, Friday.